പൊന്നാനിയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയുടെ ബ്രേക്കിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് നോക്കാം. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പീഡന പരാതിയിൽ പൊന്നാനിയിലെ അതിജീവിത സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ വരുന്നൊരു വാർത്ത. അതിജീവിതയെ സ്വാധീനിക്കാനായി ചിലർ ശ്രമിച്ചിരിക്കുന്നു. കേസിൽ നിന്ന് പിന്മാറാൻ സഹായ വാഗ്ദാനവുമായി രണ്ടുപേർ വീട്ടിലെത്തിയെന്ന് അതിജീവിത റിപ്പോർട്ടറിനോട് പറഞ്ഞിട്ടുണ്ട്. പരാതി പിൻവലിക്കില്ലെന്നും നീതി കിട്ടും വരെ പോരാടുമെന്നുമാണ് അതിജീവിത പറഞ്ഞിരിക്കുന്നത്. പരാതി നൽകിയിട്ടും പോലീസ് ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. നമുക്കൊന്ന് കേട്ടുവരാം. പൊന്നാനിയിലെ അതിജീവിത കൊടുത്ത പരാതിയിൽ ഇതുവരെയും FIR എടുത്തില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ അതിജീവിതയെ കേസിൽ നിന്നും പരാതിയിൽ നിന്നും പിന്മാറ്റാനുള്ള വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിജീവിത നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഉണ്ടായത്? അത് 4 ദിവസമായി 2 ആണുങ്ങൾ വന്ന്, ചെറുപ്പക്കാർ ഇൻസൈഡൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഒരാളെ കൈ ടാബുണ്ട്, ഒരാൾ ഇവിടെ വന്നിട്ട് മൊബൈൽ പിന്നെ പാൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് എന്നോട് വെച്ച് നിങ്ങൾ ഇതിന് ഉറച്ച് നിൽക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഉറച്ച് നിൽക്കുകയാണ്, ഞാൻ അനുഭവിച്ചതാണ്, വേറെ ആരും അനുഭവിച്ചതല്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും പിന്മാറൂല എന്നറിഞ്ഞു. അപ്പോൾ നിങ്ങൾ തീരെ ഇനി പിന്മാറൂല, ഞാൻ ഇല്ലില്ല പിന്മാറൂല എന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ്. ഞാൻ എനിക്കൊരു സഹായം വേണ്ടെന്ന് പറഞ്ഞ്. ഇതുവരെ എൻ്റെ കേസും എടുത്തിട്ടില്ല. അവർ വലിയ ആൾക്കാരായ കാരണം എൻ്റെ കേസ് FIR പോലും ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. ഞാനിപ്പോൾ കേസ് മുന്നോട്ട് പോകുള്ളൂ. ഇനി ഏതായാലും പിൻവലിക്കണില്ല. ഏതായാലും ഞാൻ നനഞ്ഞ് ഞാൻ കുളിച്ച് കയറാൻ വേണ്ടി നിൽക്കുക തന്നെയാണ്. ഞാൻ ഒരിക്കലും പിന്മാറൂല. എനിക്ക് നീതി എവിടുന്നോ കിട്ടണം, അതുവരെ ഞാൻ പോരാടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്? പരാതി പിൻവലിക്കാൻ തന്നെയല്ല വന്നിട്ട് എന്നോട് പറഞ്ഞ് നിങ്ങൾ രണ്ടാമത് ഒന്നും കൂടി ആലോചിച്ച് വിളിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെ പേരെന്താ, നിങ്ങൾ എവിടെ ഉള്ള ഒന്നും മുണ്ടണില്ല അവർ. പിന്നെ ഞാൻ പറഞ്ഞ് എൻ്റെ വക്കീലിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ വേഗം ഇറങ്ങിപ്പോയി. പിന്നെ ഒന്നും മുണ്ടിൽ ഇങ്ങോട്ട് പിന്നെ വന്നില്ല പേടിച്ചിട്ട്. എത്ര മണിക്കാണ് ഏകദേശം എത്തിയത്? ഒരു 10-11 മണിൻ്റെ ഉള്ളിൽ, 10:30 അയക്കുന്നു. അവർ മണിക്കൂർ ഇരുന്നിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗം പോയി. എന്താണ് പിൻവലിച്ചു കഴിഞ്ഞാൽ എന്താ അവർ പറഞ്ഞത്? എന്താ പിൻവലിച്ചാൽ നിങ്ങൾക്ക് എന്ത് സഹായം, എന്ത് പൈസ മാത്രമല്ല, എന്ത് സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ്. എനിക്കൊരു സഹായം വേണ്ട, ഞാൻ അനുഭവിച്ച വേദന അത്ര ഉണ്ടെന്ന് പറഞ്ഞ്. എൻ്റെ ഭർത്താവ് എൻ്റെ ഒഴിവാക്കി വരാൻ കാരണം ഇപ്പം എനിക്ക് ജീവിതം ഇല്ലാതെ ഞാൻ ഒറ്റപ്പെട്ടിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ എത്ര വേണമെങ്കിലും ഏതറ്റം വരെയാണെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ്. ഞാനിതിന് പിന്മാറൂല. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമസമാധാന ചുമതലയുള്ള 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അതിജീവിതയുടെ പരാതി. ഒരു CIയും ഒരു DYSPയും ഒരു SP യും. പക്ഷേ ഇപ്പോഴും FIR എടുക്കാൻ തയ്യാറാകുന്നില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ അതിജീവിത നമ്മളോട് വെളിപ്പെടുത്തിയത് പ്രകാരം ചിലർ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ്. ഇതിലേറ്റവും ദുരൂഹമായി തുടരുന്നത് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പീഡന പരാതിയിൽ ഇതുവരെയും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ്. അതേസമയം കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമായി ഒരു പ്രാഥമിക അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്തിരിക്കുന്നു. ആ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പൊന്നാനിയിലെ അതിജീവിതയുടെ ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? TV പ്രസാദ്. അരുൺ പറഞ്ഞതുപോലെ ഈ അതിജീവിതയെ സ്വാധീനിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് 4 ദിവസം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥരെന്ന് തോന്നിപ്പിക്കുന്ന 2 പേർ ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നതും ഈ പറയുന്ന രീതിയിൽ പരാതിയിൽ നിന്ന് പിന്മാറണം എന്ന് ആവശ്യപ്പെടുന്നതും. ഇപ്പോൾ ഇവർ പരാതി നൽകിയതിൽ 2 പേരും ഇപ്പോഴും സർവീസിലുള്ളവരാണ്. CI വിനോദും DYSP ബെന്നിയും SP സുജിത് ദാസ് ഇപ്പോൾ സസ്പെൻഷനിലുമാണ്. ഇങ്ങനെ സർവീസിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി വന്ന സമയത്ത് FIR രജിസ്റ്റർ ചെയ്യുക എന്ന പ്രാഥമിക കടമ നിർവഹിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. പല തവണയായി അതിജീവിത ഇത് പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല അരുൺ, പ്രാഥമിക അന്വേഷണം എന്ന പേരിൽ ഒരു നിയമലംഘനവും പോലീസ് നടത്തി. മാത്രമല്ല നാട്ടുകാരുടെ മുന്നിൽ അവരുടെ സ്വകാര്യത തുറന്നു കാട്ടുന്ന രീതിയിൽ ഒഫീഷ്യൽ വാഹനങ്ങളുമായി വന്ന് യൂണിഫോമിലെത്തിയ പുരുഷ പോലീസ് അടക്കമുള്ള പോലീസ് സംഘം അവരുടെ വീട്ടിലെത്തുകയും നാട്ടുകാർക്ക് മുന്നിൽ ഇവരാണ് ആ പരാതിക്കാരി എന്ന് തുറന്നു കാണിക്കുന്ന രീതിയിൽ ഇരയെ വെളിപ്പെടുത്തുന്ന ഒരു സമീപനം കൂടി ഉണ്ടായി എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഗുരുതര വീഴ്ച. മറ്റൊരു കാര്യം, 376 കൊഗ്നിസിബിൾ ഒഫൻസ് ആയതുകൊണ്ട് തന്നെ FIR രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇത്തരം അന്വേഷണങ്ങൾക്ക്
അന്വേഷണങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ എന്നിരിക്കെയാണ് അഡീഷണൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രാഥമിക അന്വേഷണവും അതിൻ്റെ പേരിലുള്ള മൊഴിയെടുക്കലും നടന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അരുൺ സൂചിപ്പിച്ചതുപോലെ കേസ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. 2 റിപ്പോർട്ടുകളാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. അതിലൊന്ന് പോലീസിനോടാണ്. എന്തിനാണ് പ്രാഥമിക അന്വേഷണം നടത്തുന്നത്, എന്ത് നടപടിയാണ് പരാതിയിലെടുത്തത്? സ്വാഭാവികമായി ആ റിപ്പോർട്ടിൽ എന്തുകൊണ്ട് FIR എടുത്തില്ല എന്ന കാര്യം പോലീസിന് വിശദമാക്കേണ്ടി വരും. രണ്ടാമത്തെ റിപ്പോർട്ട് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയോടാണ് തേടിയിരിക്കുന്നത്. പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ സ്വകാര്യ ന്യായം ഫയൽ ചെയ്തത് FIR ഇടണം എന്ന ആവശ്യവുമായിട്ടാണ്. പക്ഷേ കോടതി അന്ന് FIR ഇട്ടില്ല. തൃശൂർ റേഞ്ച് DIGയോട് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനാണ് ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ സാഹചര്യവും മജിസ്ട്രേറ്റ് കോടതി ഇന്നിപ്പോൾ കോടതിയെ അറിയിക്കേണ്ടി വരും. സ്വാഭാവികമായി ഒരു വലിയ നിയമ നടപടികളിലേക്ക് ഇത് പോകുന്നു എന്ന കാര്യം ഉറപ്പാണ്. കാരണം രാജ്യചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഇല്ലാത്ത കേസാണ് CI, DYSP, SP എന്നിവർക്കെതിരായി ഒരേ പരാതി ലൈംഗികാരോപണ പരാതിയുമായി വരുന്നത് ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യമായിരിക്കും എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇത് കടുത്ത നിയമ പോരാട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. നിലവിൽ ഇതുവരെ ഈ സമയം വരെയും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലളിത്കുമാർ. ഈ കേസിനു ശേഷം പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഒരു കോഗ്നിസിബിൾ ഒഫൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ, ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഉടൻ അതിന്മേൽ FIR ഇടുക, അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻ.